Hello guys, welcome to Welcome to another Ooty. new video. Nice to meet you. कौन भौंक रहा है ये बदतमीज? പറഞ്ഞ എൻ്റെ പേര് അമൽദേവ് മഹാദേവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിലൊരു ട്രൂന സ്കെയിലുണ്ട്. ആ ട്രൂന സ്കെയിലിൽ ഒരു ഹാർഡ് ഡിസ്ക് ഫോൾട്ടിയാണ്. ആ ഫോൾട്ടിയുള്ള ഹാർഡ് ഡിസ്കിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യുന്നത്, അതിനെ റീകോൺഫിഗർ ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ട്രൂന സ്കെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഡെല്ല് പവർ എഡ്ജ് R230 അത് ഒരു 2 വർഷം മുന്നേ തന്നാണ്. അതിൻ്റെ അകത്ത് മൊത്തം 4 ബേ ആണുള്ളത്. അതിൽ ഒരു ബേ ഫസ്റ്റ് ബേ ഉള്ളത് 1 TB ഹാർഡ് ഡിസ്ക് ആണുള്ളത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 3 ബേ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് 3 ഹാർഡ് ഡിസ്ക് കൂടെ ആഡ് ചെയ്തു. 2 TB ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്തു. നമ്മൾ ഈ CCTV ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹാർഡ് ഡിസ്ക് കിട്ടി. ഔട്ട് സൈഡിൽ നിന്ന് യൂസ് ചെയ്ത പഴയ ഹാർഡ് ഡിസ്ക് നമ്മുടെ കുറച്ച് ടീമിൻ്റെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് ഹാർഡ് ഡിസ്ക് കളക്ട് ചെയ്തു. അങ്ങനെ 3 ഹാർഡ് ഡിസ്ക് 2 TB ഹാർഡ് ഡിസ്ക് അറേഞ്ച് ചെയ്തു. അത് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണ്. അറിയാം, സർവൈലൻസ് ഹാർഡ് ഡിസ്ക് അല്ല, ഇതുപോലുള്ള സ്റ്റോറേജിന് യൂസ് ചെയ്യേണ്ടത് റെഡ് ടൈപ്പ് ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. സർവൈലൻസിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ടൈപ്പ് റെഡ് കളറിലുള്ള ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അയൺ വൂൾഫ്, സീഗേറ്റിന്റെ അയൺ വൂൾഫ് ഒക്കെ മീൻസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണ്. അതിന് തന്നെ 600 ദിർഹംസ് 650 ദിർഹംസ് വിലയുണ്ട്. 2 TB വന്നിട്ട് 400 450 500 ദിർഹത്തിനടുത്ത് വിലയുണ്ട് 2 TB ഹാർഡ് ഡിസ്ക്. അപ്പം നമ്മുടെ കയ്യിൽ മറ്റേ ഈ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈലൻസ് ഹാർഡ് ഡിസ്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ ആ ഹാർഡ് ഡിസ്ക് അത് യൂസ് ചെയ്തു. അത് യൂസ് ചെയ്തിട്ട് റെയ്ഡ് ചെയ്തു. റെയ്ഡ് അല്ല, CFS റെയ്ഡ് ആണ്. റെയ്ഡ് C1 ചെയ്തു. അത് റെയ്ഡ് 5 ഈക്വൽ ആണ്. നമുക്ക് 3 ഹാർഡ് ഡിസ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി ഉണ്ട്, സ്വാപ്പ് ചെയ്ത് വേറൊരു ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതിലൊരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയി. ആ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയപ്പോഴത്തേക്കും ഒരു 2 മാസം മുന്നേ ഫെയിൽ ആയതാണ്. ഹാർഡ് ഡിസ്ക് മേടിക്കാനുള്ള പൈസ ആ സമയത്ത് കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഹോൾഡിൽ വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോയിട്ട് ഞാനൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു. നമ്മുടെ CCTV ടീമിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ അടുക്കലൊന്നും 2 TB ഹാർഡ് ഡിസ്ക് കിട്ടാനില്ല. അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കഴിഞ്ഞ ദിവസം പോയിട്ട് നേരെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചത്. ഓക്കെ, ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ സാറ്റലൈറ്റ് മാർക്കറ്റിലേക്ക് പോയി. സാധാരണ ഞാനൊരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഷോപ്പിൽ പോകും, അവരുടെ സാധനം പറയും, നമ്മൾ അത് വാങ്ങിച്ച് നേരെ തിരിച്ചു പോരും. പൈസ എത്രയാണെന്നോ ഒന്നും ചോദിക്കാറില്ല. ചോദിച്ചാൽ അതിനൊരു നെഗോഷിയേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, വിലപേശല പരിപാടിയൊന്നും ഇല്ല. നേരെ പോവുക, പ്രൈസ് പറയുക, വാങ്ങിക്കുക, പോരുക. ഇന്നലെ എന്ത് സംഭവിച്ചെന്നാൽ, ഇന്നലെ ഞാൻ എന്തായാലും ഒന്ന് കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവിടെ സാറ്റലൈറ്റ് മാർക്കറ്റിലുള്ള കുറേ ഷോപ്പുകളിൽ കറങ്ങി. അവിടെ കുറേ CCTV ഷോപ്പുകളുണ്ട്. ബർദുബയിലേക്ക് പോരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും പ്രൈസ് കുറച്ച് കിട്ടുമായിരിക്കും, അറിയില്ല. ഇതിപ്പോ വാങ്ങിച്ചിരിക്കുന്ന 280 ദിർഹത്തിനാണ് വാങ്ങിച്ചത്. ആദ്യമേ പോയ ഷോപ്പിൽ അവർ 130 ദിർഹംസ് പറഞ്ഞു. WD ഹാർഡ് ഡിസ്ക് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം സർവൈലൻസ് ഹാർഡ് ഡിസ്കിനാണ് പറയുന്നത്. 330 ദിർഹംസ് പറഞ്ഞിട്ട് ഞാൻ അതിനുശേഷം വേറെ 1-2 ഷോപ്പുകളിൽ കൊടുത്തു. ഒരു ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും 250 ദിർഹംസ് പറഞ്ഞിരുന്നു. പക്ഷേ 250 ദിർഹംസ് പറഞ്ഞ ആള് സ്റ്റോറിന്റെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും പറയുന്നത് അവിടെ സാധനം ഇല്ല. ഞാൻ ആ 250 ദിർഹംസ് എന്ന് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് എടുത്തോ ഒരു ഹാർഡ് ഡിസ്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആള് പിന്നെ വന്നിച്ച് പറയുന്നത് ഇല്ല സാധനം. പിന്നെ അവിടെ കുറെ ഷോപ്പുകൾ കറങ്ങി, എങ്ങും ഇല്ല. കുറെ ഷോപ്പുകൾ കറങ്ങി. അതിനുശേഷം ഒരു ഷോപ്പിൽ വേണ്ട, അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോകും. മീൻസ് അവിടെ കയറാതെ ഞാൻ അവിടുന്ന് പോകുന്നതാണ്. അതിനുശേഷം അവിടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മീൻസ് ഓക്കെ എന്നാൽ എങ്കിലും ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അവരുടെ ഉണ്ട് സാധനമുണ്ട് 280 ദിർഹംസ്. ഓക്കെ, 330 കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്തായാലും സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് ഓൾറെഡി. പിന്നെ ഇതിന് 1 ഇയർ വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. സീഗേറ്റിന്റെ ഇത് 5900 RPM 64 MB ക്യാഷ് ഉള്ളതാണ്. ഇത് ഹാർഡ് ഡിസ്ക് ഇത് പോരാ, ബാക്കി കിടക്കുന്നതും സെയിം സ്പെക്കിലുള്ളത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വേറെ സ്പെക്ക് കൂടിയ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഏറ്റവും ലോസ്റ്റ് 64 MB ക്യാഷ് ആണ് ഉള്ളത്. 5400 RPM 5900 ആണെന്ന് RPM അതാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഹാർഡ് ഡിസ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് റീപ്ലേസ് ചെയ്തിട്ട് ട്രൂനാസിന്റെ അകത്ത് ട്രൂന സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് NAS സ്റ്റോറേജ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് OS സ്റ്റോറേജും സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസിലും നമുക്ക് യൂസ് ചെയ്യാം. ഏതൊരു മെഷീനിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്കത് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ട്രൂന സ്കെയിൽ സ്റ്റോറേജ് മാത്രമായിട്ടല്ല ഫംഗ്ഷൻ ആകുക, അതൊരു വിർച്വലൈസേഷൻ പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പം പക്ഷേ ഈ പവർ എഡ്ജ് അതൊരു ലോ സ്പെക്ട്രലുള്ള പവർ എഡ്ജ് ആണ്. R230 ഡെൽ പവർ എഡ്ജ് R230 സ്പെക്സിൽ പോയി കഴിഞ്ഞാൽ അറിയാം.
സിയോൺ E3120 അത് 4 കോർ ആണ്. 4 കോർ 16 GB റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 16 GB റാം ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റെയ്ഡ് ഡിസേബിൾ ചെയ്യണം. റെയ്ഡ് ഡിസേബിൾ ചെയ്തെങ്കിലേ നമുക്ക് ഇത് ട്രൂനാസ്കേൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. റെയ്ഡ് ഡിസേബിൾ ചെയ്യണം. നെറ്റ്വർക്ക് കാർഡ് 2 നെറ്റ്വർക്ക് കാർഡ് ഉണ്ട്. പിന്നെ ഞാനൊരു എന്താ പറയുക, ട്രൂനാസ്കേൽ എക്സ്പെർട്ട് ഒന്നുമല്ല, സ്റ്റോറേജ് എക്സ്പെർട്ടും ഒന്നുമല്ല. ഇതൊരു ഹോം ലാബ് എന്നൊരു കൺസെപ്റ്റിൽ എനിക്കൊരു സെർവർ കിട്ടി. ആ സെർവറിനെ എങ്ങനെയെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. എൻ്റെ കയ്യിൽ വേറൊരു സെർവർ ഉണ്ട്, ഡെല്ലിൻ്റെ തന്നെ. അത് ഇച്ചിരി ഹൈ സ്പെക്കിലുള്ളതാണ്. അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അതിൻ്റെ അകത്ത് ഞാൻ പ്രോക്സ്മോക്സിൻ്റെ വിർച്വലൈസേഷനാണ് റൺ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇതിൽ വേറൊരു പി സി ആയിട്ട് ഒരു ഡെസ്ക്ടോപ്പ് പി സി ഉണ്ട് എനിക്ക്. പിന്നെ ഒരു പി സിയുടെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. ട്രൂനാസ്കേൽ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. ഈ ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ സെർവർ റാക്ക്. ഹോം ലാബ് റൺ ചെയ്യുന്നതിനകത്താണ്. അതിൽ ഫസ്റ്റ് ഇരിക്കുന്നത് PowerEdge 720. അതിലാണ് നല്ല പൊടിയുണ്ട്, അത് കുഴപ്പമില്ല. ഞാനിങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലാണ് എൻ്റെ പ്രോക്സ്മോക്സ് മെഷീൻസ് എല്ലാം, വിർച്വലൈസേഷൻ എല്ലാം റൺ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് അതിൻ്റെ മുകളിലിരിക്കുന്നതാണ് D-Linkന്റെ 24 പോർട്ട് സ്വിച്ച്. പിന്നെ അതിൻ്റെ മുകളിലുള്ള മെഷീൻസും എല്ലാം, ലാപ്ടോപ്പ് എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. PowerEdgeലാണ് ഒരു ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ PowerEdge അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇത് പവർ ഓഫ് ആണ്. പുറത്തേക്ക് എടുത്തിട്ട് ഓക്കെ, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്ലീൻ ചെയ്യാം നമുക്ക്. പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേറൊരെണ്ണം ഉണ്ടാക്കില്ല. PowerEdge ഓക്കെ. ഹാർഡ് ഡിസ്ക് നേരത്തെ ഞാൻ റിമൂവ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, ഈ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട്. ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഡി പുറത്തേക്ക് എടുക്കുക. ഹാർഡ് ഡിസ്ക് ട്രേ പുറത്തേക്ക് എടുത്തതിന് ശേഷം നോക്കും. ഈ ഹാർഡ് ഡിസ്ക് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുകയോ ഇല്ലയൊന്നും ഉറപ്പൊന്നുമില്ല. ചെയ്ത് നോക്കാം നമുക്ക്. ചെയ്തിട്ടല്ലേ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ കയ്യിൽ വേറൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ഈ മെഷീൻ്റെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ബോഷിൻ്റെ ഒരു NVR ആണ്, പഴയ NVR ആണ്. ഇതിലും ഓൾറെഡി നാസ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്, ട്രൂനാസ് ചെയ്തിട്ടുണ്ട്. ട്രൂനാസ് പക്ഷേ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ആണ്. പക്ഷേ ഇത് പവർ കൺസപ്ഷൻ 2 GB 448 16 GB ആണ് ടോട്ടൽ ഉള്ളത്. പക്ഷേ ഇത് ഹാർഡ് ഡിസ്ക് വളരെ പഴയ ഹാർഡ് ഡിസ്ക് ആണ്, പഴയ മോഡലാണ്, പഴയ ഒരു മോഡലാണ്. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് ഇതിലിട്ട് നോക്കി. പക്ഷേ ഡിറ്റക്ട് ആയില്ല, എന്താണെന്നുള്ള അറിയത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തു, ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് ഒരു ഹാർഡ് ഡിസ്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. ഹാർഡ് ഡിസ്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ആവില്ല എന്നുള്ള ഡിസ്ക് നോക്കിയോട്ടെ. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂസ് ഒക്കെ എവിടെയാണെന്നുള്ള അറിയത്തില്ല. പഴയ സ്ക്രൂ എവിടെ എടുത്തിട്ടുണ്ട് നോക്കട്ടെ. ഈ ട്രൂനാസ്, ഞാനൊരു ട്രൂനാസ് എക്സ്പെർട്ട് ഒന്നുമല്ല, എങ്കിലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് ട്രൂനാസിൻ്റെ സ്ക്രൂസ് മേബി ഇതിലുണ്ടാവും, എങ്ങനെയാണ് ഒരു ട്രൂനാസ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. പുതിയ മെഷീൻസ് ഇല്ല, ഹാർഡ്വെയറിൽ എൻ്റെ കയ്യിൽ പ്രോക്സ്മോക്സ് വിർച്വൽ മെഷീനിൽ ചെയ്യാം. എങ്ങനെയാണ് ട്രൂനാസ് സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ്, ഫയൽ ഷെയറിങ്, സാമ്പാ ഷെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫിലിംസ് ക്രിയേറ്റ് ചെയ്ത് ലങ്സ് എങ്ങനെ മാർക്ക് ചെയ്യാം, ഐസ്കസിൽ എങ്ങനെ ഡിസ്കവർ ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഒരു കണ്ടിന്യൂസ് ഒരു വീഡിയോ സീരീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. ഇങ്ങനെയാണ് ഇത് പ്ലേസ്മെന്റ് എന്ന് തോന്നുന്നു. ടോപ്പിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻസെർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് എൻ്റെ കണക്ഷൻസ് എല്ലാം ടൈറ്റ് ചെയ്യാൻ ഒരു 2 സ്ക്രൂ ഇടാം. കാരണം ഉറപ്പൊന്നുമില്ല, ഇത് വർക്കാകുന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഫെയിലായി നോ പ്രോബ്ലം. ഓഹോ, കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ പണി പാളിയോ? എന്തോ സ്ക്രൂഡിന്റെ സ്ലോട്ട് പോലും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നെനിക്ക് തോന്നി. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫെയിലാകുകയാണ് പതിവ്. നോക്കാം, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ശ്രമം മാത്രമേ ഉള്ളൂ, ഒന്നിലും സക്സസ്ഫുൾ ആകുന്നില്ല. കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇനി പഠിക്കാൻ കിടക്കും. നോക്കാം നീ എന്ന് പഠിച്ചു തീരുമെന്നുള്ളതും എനിക്ക് ആ പഠനത്തിന്റെ കൂടെ ഞാൻ നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. അതായത് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇടാനായിട്ട് താല്പര്യമുണ്ട്. വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വ്യൂസ് ഉണ്ടാകുക ഇല്ല, ലൈക്സ് ഉണ്ടാകുക ഇല്ല, റീച്ച് ഉണ്ടാകുകയില്ല, അതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. ഞാൻ എന്താണോ പഠിക്കുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത്, ഡെയിലി നമ്മൾ രാത്രി ഒരു 12 മണി വരെ 1 മണി വരെയൊക്കെ വർക്ക് ചെയ്യാം. ഓരോ ടെക്നോളജി പഠിച്ചെടുക്കുന്നത് എന്തുകൊണ്ട് ഡോക്യുമെന്റ് ചെയ്തുകൂടാ? ഡോക്യുമെന്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ നോ പ്രോബ്ലം. ആർക്കും ഉപകാരം ഇല്ല, ആരും മാച്ച് ചെയ്യുന്നില്ല, നോ വറീസ്. ഓക്കെ, നമുക്കും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇത്.
കാഡിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം, ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ഡ്രൈവ് ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പവർ എഡ്ജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെർവർ സ്റ്റാർട്ട് ആവുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കായിരിക്കും. എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ആയത്. ഭയങ്കര സൗണ്ടാണ്. മാത്രമല്ല ഈ പ്രോക്സിമക്സ് സെർവർ ഇവിടെ കണ്ടിന്യൂസ് റണ്ണിങ് ആണ് ഡെയിലി കേട്ടോ. മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഇല്ല. ഭയങ്കര സൗണ്ടാണ്. അത് മാത്രമല്ല കണ്ടിന്യൂസ് ഇത് കൺസ്യൂം ചെയ്യും. ഇതൊന്ന് ലേൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടാവും. ഇഷ്യൂസല്ല, പല തരത്തിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ കവറപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലൊന്നാണ് ഹയർ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ. നമ്മൾ ഇതുപോലൊരു സെർവർ, ഈ 2 സെർവറൊക്കെ ഈ ഹോമിൽ റൺ ആകുമ്പോഴത്തേക്കും 300 വാട്ട്സിനടുത്തൊക്കെ ഉള്ള പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ അകത്തുള്ളത് 300 അല്ലെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാതെ. നല്ല വാട്ടേജ് യൂസ് ചെയ്യുന്ന ഇതാണുള്ളത്, പവർ സപ്ലൈ ആണുള്ളത്. നമ്മുടെ IP അഡ്രസ്സ് നമുക്കിത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൂനാസ്കയിലാണല്ലോ, അപ്പോൾ അറിയാം എത്രയാണെന്നുള്ളത് നോക്കട്ടെ. 148 ആയിരുന്നു. നോക്കട്ടെ, സ്റ്റാർട്ടായിട്ടില്ല. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് നമുക്ക് സ്റ്റോറേജ് റെസ്പോൺസ് അല്ല, ഓക്കെ അപ്പായിട്ടുണ്ട്. അപ്പോൾ പിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോറേജ് അപ്പായിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ആയില്ല എന്നുള്ളത് എന്ത് വരുന്നു. A few moments later. ട്രൂനാ സബ്മിറ്റ് ഇത് ഹെൽത്ത് ഇപ്പോൾ ഡീഗ്രേഡഡ് ആണ്. നോക്കട്ടെ, എനിക്ക് ബേസിക്കലി ഫസ്റ്റിലെ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ മാനേജ് ഡിവൈസസിൽ ഡീഗ്രേഡഡ് ഡിസ്ക് ഈസ് അൺഅവൈലബിൾ. ഇഷ്യൂ ഉണ്ട്. ഹാർഡ് ഡിസ്ക് അതിൻ്റെ അകത്ത് ഡിറ്റക്ട് ആയിട്ടില്ല. ഓക്കെ. BC ഫുൾ അസൈൻ ചെയ്തിട്ടില്ല, ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഓക്കെ, WDE ഇതാണ് ഹാർഡ് ഡിസ്ക്. SDC ആണ്. ഓക്കെ, ഡാറ്റ പൂളിന്റെ ഭാഗമല്ല. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കട്ടെ. എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. എഡിറ്റ് ഡിസ്ക്, SDC ട്രാൻസ്ഫർ പവർ മാനേജ്മെന്റ് ആണ്. ഇവിടെ ഒന്നും അങ്ങനത്തെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. നമുക്ക് ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. RPM 590. ഓക്കെ, ഇത് വന്നിട്ട് ഇതിപ്പോൾ നമ്മുടെ പുതിയ ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള കാര്യങ്ങൾ നോക്കാൻ നമുക്ക് സ്റ്റോറേജിൽ പോവുക. ഡാറ്റ സെറ്റിന് മുന്നേ ഡാറ്റ പൂള് നമുക്ക് ക്രിയേറ്റ് ചെയ്യണ്ട. ഡാറ്റ സെറ്റ്, ഡാറ്റ പൂള്. ഇതിലും അൺയൂസ്ഡ് ഡിസ്ക് ഇത് ഓൾറെഡി കണ്ടോ, ഇവിടെ ഇതിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു അഡ്വാൻസ്ഡ് യൂസർ അല്ല, ഒരു ബേസിക് ലെവൽ യൂസർ ആണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര്, ട്രൂനാ സ്കെയിലിന്റെ ഒരു ബേസ് ലെവൽ യൂസറാണ്. ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വരുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട്, ഓക്കെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിനേക്കാളും മച്ച് സിംപ്ലർ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓർ ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ, ദർ ആർ അതർ വേസ് ടു ഡു ദിസ് തിങ്. സോ ദെൻ പ്ലീസ് കമന്റ്. ഓക്കെ, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആഡ് ടു പൂള് ഞാൻ ട്രൈ ചെയ്യാണ്. ആഡ് ടു പൂള് റൺ ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് പൂള് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എക്സിസ്റ്റിംഗ് പൂൾ കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് ഡാറ്റ പൂൾ സെലക്ട് ചെയ്യാം. ആഡ് ജനറൽ ഇൻഫോ, ഐ ഡോണ്ട് നോ, മേ ബി ഒന്നും ആക്ച്വലി നമ്മളത് അബദ്ധമാണ് കാണിച്ചത്. ഇല്ല, അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് AI ചോദിച്ചാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രോംപ്റ്റ് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിന്ന് കിട്ടും. ഏത് LLM യൂസ് ചെയ്താലും അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ആം റണ്ണിംഗ് ട്രൂനാ സ്കെയിൽ ഓൺ Dell PowerEdge R230. My data pool consists of 2 TB SSDs in drive G1 configuration. 1 2 TB drive has failed. I have already outlined the faulty disk in the Truna GUI and physically removed from the server. I have a new identical 2 TB SSD ready to be installed. Please cover the complete step-by-step instruction to physically install the new drive and ensure it recognized by the system. This is already done. To use Truna Scale web interface to replace the removed disk with the new one. Monitor the receiver process to ensure the pool returns to a healthy state. Mention any specific Dell iTrack or BIOS setting. I
I should check if the new drive is not immediately visible. So these 2 points are not relevant. It's already done, and here also a physical installation done. Now I will copy this. ഈ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ക്ലോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ക്ലോഡ് ക്ലോഡ് മാത്രമല്ല കേട്ടോ, ക്ലോഡ് പോട്ടെ, നമ്മുടെ ഗൂഗിൾ ജസ്റ്റ് പോയിട്ട് ഗൂഗിൾ എയിൽ ഇതിന്റെ AI മോഡ് വരെ വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ പണ്ട് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് ഒരു 10,000 പേഴ്സ് വരും. ആ പേഴ്സിൽ പോയിട്ട് നമ്മൾ ഓരോന്ന് 1 by 1 പോയിട്ട് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം എന്താണ് നമുക്ക് എക്സാക്ട്ലി ചെയ്യാനായിട്ടുള്ളതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഗ്രേറ്റ്. അത് കൂടാണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്തതിനു ശേഷം അത് കൃത്യമായിട്ടുള്ള അഡ്വൈസ് വരും. AI വന്നതിന് ശേഷം ലൈഫ് ഈസ് വെരി മച്ച് സിംപ്ലർ, ലൈഫ് ഈസ് വെരി ഈസി, നോ കോംപ്ലിക്കേഷൻ. നമുക്ക് ഓൾമോസ്റ്റ് ചെയ്യുന്ന 90% കാര്യങ്ങൾ നമുക്കിപ്പോൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് AI വന്നതിന് ശേഷം. AI is a big thing currently and in future also I don't know where it will be. അത് കൂടാണ്ട് ഇപ്പൊ AI ടബ്സ് ഇല്ലേ, നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. N8 അതുപോലെ തന്നെ ഓപ്പൺ ഫ്ലോ, ഈ ഗൂഗിളിന്റെ തന്നെ ആന്റി ഗ്രാവിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ കൾച്ചർ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കോഡ് നമ്മൾ ഫ്രം സ്ക്രാച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് കാർഡ് എന്ന് പറഞ്ഞിട്ട് IoT സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ക്ലൗഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ LLM ആണ് യൂസ് ചെയ്ത്, ക്ലൗഡ് കോഡോ ഇല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഫെസിലിറ്റീസ് ഫീച്ചേഴ്സ് അല്ല യൂസ് ചെയ്ത്, ഡയറക്റ്റ് LLM യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത്. കാരണം നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ് കൂടെയാണ്. എല്ലാം ഇതിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, AI ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് ഇട്ട് തന്നതിന് ശേഷം അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണം തള്ളിയിരിക്കുക എന്നല്ലാണ്ട് അതിന് വേറെ. ഓക്കെ, നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സിൻസ് യു ഹാവ് ഓൾറെഡി ഓഫ്ലൈൻഡ് ആൻഡ് ഫിസിക്കലി റിമൂവ് ദ ഫെയിൽഡ് ഡ്രൈവ്, ഇറ്റ് ഷുഡ് പൊട്ടപ്പെട്ട നോക്കടാ. A few hours later. Pause. That is it. Set to override safely checks and add the disk to the pool. Any data stored on the disk will be erased. Okay, no problem. Confirm and replace the disk. Replacing the disk. So this is the first time I am replacing one. കുഴപ്പമില്ല. ഇത് നമ്മൾ CCTV ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പല സൈറ്റുകളിലും സാൻ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം സാൻ സ്റ്റോറേജിൻ്റെ അകത്ത് റീപ്ലേസ് ചെയ്തു. ഓക്കെ, നൗ വാട്ട് ഐ ഹാവ് ടു ഡു, ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് എന്നോട് ചോദിക്കാം എന്താണ് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കാം. Monitor the receiver. TrueNAS is currently taking data from health device, SPD and SPD into new SDC. Progress bar. Go to the main storage dashboard. You should see progress bar. Main dashboard. If I go to main dashboard, I'll be able to see a progress bar. Where is it? And also from here storage, here it is silvering 0.6%. Oh, it will take some time. Okay, ചില്ലറ പരിപാടിയൊന്നുമല്ല, കാരണം കുറച്ച് ഡാറ്റ ഉണ്ട് അതിൻ്റെ അകത്ത്. കുറച്ച് ഒരു 1-2 GB, ഒരു 500 GB ഡാറ്റ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് വൺസ് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. A few hours later.
Not completed 99.900%. Hey. Completed. Now what is next? Manage device CFL degraded. Okay, manage device. Let's see. All are online. No errors, zero errors. So everything successfully replaced. STB, CD, is the drive that we replaced right now. Serial. This Seagate Indiana. Then Toshiba with the WD. മൂന്ന് ബ്രാൻഡ് അടക്കണം. 5400 RPM, 5900 RPM, 5400. ആക്ച്വലി 5000 എല്ലാ ഒരേ RPM ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യണം. നോക്കാം നമുക്ക് പിന്നീടൊപ്പം നോക്കാം. എന്തായാലും ഇപ്പം നിലവിൽ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഡാറ്റ പൂളിന്റെ സ്റ്റാറ്റസ് ഹെൽത്തി ആയിട്ടുണ്ട്, എല്ലാ CFS ഹെൽത്തി ആയിട്ടുണ്ട്, ഡിസ്ക് സബ് കുച്ച് പെർഫെക്റ്റ്ലി ഫൈൻ. Super. Dismiss all alert. Okay, there is no alert. Okay, now we have to continuously monitor the hard disk. ഇതിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളത് നോക്കണം. ഓക്കെ, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം 16 GB ഉള്ളു, മെമ്മറി കുറവാണ്. ഡ്രൈവിൽ പോയി നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി സ്റ്റോറേജ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡ്രൈവ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രിഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ ഈ സ്റ്റോറേജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ ഇതാണ്. Okay, books that I must read before I die. That's my aim. ഈ ബുക്സിന്റെ സ്റ്റോർ ഒരു വലിയൊരു സ്റ്റോറേജ് ആണ്. ലോട്ട് ഓഫ് കളക്ഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ്, ലേണിംഗ് മെറ്റീരിയൽസ്, BSP ബുക്സ്, ലിനക്സ് ബുക്സ്, ലിനക്സിന്റെ തന്നെ പ്രീഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇതൊന്നും വായിച്ചു തീർക്കാനോ വായിച്ചു തുടങ്ങാനോ ഞാൻ കുറച്ച് ബുക്സ് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ബുക്സ് ഒരിക്കലും നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്തതിലും കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെ നമുക്കൊരു ടണല് ക്രിയേറ്റ് ചെയ്തിട്ട്, കമ്പ്യൂട്ടറിലേക്ക് ഒരു ടണല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മൈൻഡ് ടു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് ഡയറക്റ്റ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കമന്റ് ചെയ്യും ഏത് ബുക്കാണ് നമ്മൾ മസ്റ്റ് ആയിട്ടും ഒന്ന് റീഡ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ള ബുക്സ് കമന്റ് ചെയ്യും. ഞാൻ കുറച്ച് ബുക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് റീഡിംഗ് ബുക്ക്, ഇത്തരം ബുക്സ് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രസീവ്ലി കംപ്ലീറ്റ്. ഓക്കെ, സൺഡേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മുടെ ട്രൂന സ്കെയിലിന്റെ ഫോൾട്ടിയുള്ള ഡിസ്ക് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ നമ്മൾ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ഓപ്പറേഷണൽ ആക്കിയിരിക്കുകയാണ്. പിന്നെ ട്രൂനാസിനെ കുറിച്ചുള്ള ഫർദർ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ട്രൂനാസ് എന്താണെന്ന്, ട്രൂനാസ് സ്കെയിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്കൊരു ഹോമിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഹോം നാസ് സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. ഈവൻ കമന്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഞാൻ അതിനൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം എന്റെ വീഡിയോക്ക് ആരും കമന്റ് ചെയ്യാനായിട്ടില്ല, എന്റെ വീഡിയോ കാണാൻ തന്നെ ആളില്ല. ഒന്നാമത്തെ കേസ്. वाह भाई साहब, कमाल कर दिया आपने. कितने टैलेंटेड हैं आप. अमेजिंग. ഇനി ആരെങ്കിലും കണ്ടാൽ തന്നെ അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യുന്നതാണ്. കമന്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ചെയ്യുന്നതാണ്. അതെന്റെ ഒരു കണ്ടന്റ് ആണ്. ഞാൻ ചെയ്യും. പ്രോക്സിമക്സിനെ കുറിച്ചും വിർച്വലൈസേഷനെ കുറിച്ചും ഡോക്കറിനെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് താല്പര്യം. വിർച്വലൈസേഷൻ ആൻഡ് കണ്ടെയ്നറൈസേഷൻ. ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് അത് നമ്മുടെ ഹോം ലാബിൽ വളരെയേറെ യൂസ്ഫുൾ ആണ്. മിക്കതും ഡോക്കറിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. എന്റെ കുറെ അതർ വിർച്വൽ മെഷീൻസ് ഉണ്ട്. ഡോക്കറൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡോക്കർ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നിലും ഞാൻ എക്സ്പെർട്ട് അല്ല. ഞാൻ സെൽഫ് സ്റ്റഡി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന, നിങ്ങളെപ്പോലെ തന്നെ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അത് തന്നെയാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സൈനിങ് ഔട്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.